2027 LDC അടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരൊറ്റ സെഷനോടുകൂടെ തീരും. അപ്പോൾ നമ്മൾ ഡെയിലി കൃത്യമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ്. നമ്മൾ സിലബസ് ഉണ്ടാവും, പക്ക ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, PSC തന്നിട്ടുണ്ട്. അപ്പം നിലവിൽ PSC ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സിലബസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോന്നായിട്ട് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പരീക്ഷ അടിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എക്സാം ഓറിയൻറ്റഡ് പഠനം പ്ലസ് സിലബസ്, ആ രീതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ ഒരു മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പലരും പറയുന്നതാണ്, അതായത് തുടക്കത്തിലൊക്കെ നമുക്കൊരു സ്ലോവിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ക്ലാസ്സുകളുടെ എണ്ണമൊക്കെ കൂടുകയാണ്. ആ ഒരു രീതി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് പേളിൽ ആൾറെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അതേ ക്ലാസ് നമുക്ക് ലൈവായിട്ട് വേറെയും കിട്ടുകയും ചെയ്യും. അപ്പോൾ തിരക്കുള്ളവർക്ക് റെക്കോർഡ് കണ്ട് കൂടെ വരികയും ചെയ്യാം. പിന്നെയോ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ടവർക്ക് ലൈവ് ക്ലാസ് കണ്ടു പോവുകയും ചെയ്യാം. ഇനി മറ്റൊന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് ആ ഒരു നീല സ്ലൈഡ് അല്ലെങ്കിൽ ക്ലാസിൻ്റെ സ്ലൈഡ് അതേപോലെ തന്നെ എന്ത് ചെയ്യാറില്ല, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വൈറ്റ് പേജിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ PDF പ്രിൻ്റബിൾ ഫോർമാറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു 25 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ നിങ്ങളെ സ്വയം വിലയിരുത്തി നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, നിങ്ങൾ പരീക്ഷ അടിക്കാൻ തയ്യാറായോ, ഇതെല്ലാം നോക്കുന്ന 25 മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് തരും. ഈ 25 മോക്ക് ടെസ്റ്റിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഈ 3 പാർട്ടിൻ്റെയും എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തരും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വീക്കായിട്ടുള്ള ആളുകൾക്ക് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് 25 മോക്ക് ടെസ്റ്റിലെ ഈ പാർട്ടുകൾ അത്രയും പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും, PSCൻ്റെ കറക്റ്റ് പൾസിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് PYQ നിങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുന്ന, നിങ്ങളുടെ ടൈം ടേബിളിലേക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഓരോ PYQ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിൻ്റെ കണക്റ്റഡ് ഏരിയാസും കൂടെ പെർഫെക്റ്റ് ആക്കുന്ന തരത്തിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, കറക്റ്റ് PSCയുടെ റൂട്ടിലേക്ക് കയറ്റിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിലബസിനോടൊപ്പം പഠിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് PSCയുടെ പൾസിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ടിലേക്ക് അടിക്കുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും, അതായത് നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ത്രൂ ഔട്ട് എന്നുള്ള രീതിയിലല്ല, ഒരു മെൻറ്റർ സപ്പോർട്ട്, നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് എക്സാം വരെ കിട്ടുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഈ പ്ലാൻ അനുസരിച്ച് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം മോക്ക് ടെസ്റ്റും PYQും എല്ലാം നമ്മൾ ഒരൊറ്റ വർഷം കൊണ്ട് തീർത്ത് സെറ്റാക്കും. ശേഷം പരീക്ഷ വരെ നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ ജൂൺ മാസത്തിൽ തുടങ്ങി അടുത്ത ജൂൺ വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 1 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എക്സാം നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സിലബസ് തീർത്ത് പിന്നെ നിങ്ങൾക്ക് റിവിഷൻ അടിച്ച് എക്സാം വരെ എന്ത് ചെയ്യും, വാലിഡിറ്റിയും കിട്ടും റിവിഷനും കിട്ടും എന്നുള്ളതാണ് കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് നിയമനങ്ങളൊന്നും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനില്ലെങ്കിലും നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും മുൻനിര റാങ്കുകാർക്കാണ് നിയമനം നടക്കുന്നത്. മുൻനിരയിൽ എത്തണമെന്നുണ്ടെങ്കിൽ കട്ടയ്ക്ക് പഠിക്കണം, അതും PSCയുടെ പൾസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. കാരണം റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള വെറുതെ ഒരു പഠനം മാത്രം പഠിച്ചാൽ പോരാ, അത് മുന്നിൽ പെടാനുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ കോഴ്സിൽ സെറ്റാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. അപ്പോൾ എങ്ങനെ നോക്കല്ലേ, 2027 LDC അത് നമ്മൾ തൂക്കും.